പൊരിച്ച കോഴി വെച്ചിട്ട് ഒരു അടിപൊളി ബിരിയാണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. ഞാൻ കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം ബിരിയാണിയാണ്. ലെറ്റ്സ് ഗോ. ഞാൻ അതൊരു വലിയ സവാള നല്ല ഫൈൻ ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ 4 ചിക്കൻ്റെ തൈ പീസ് തൊലിയൊക്കെ കളഞ്ഞു. തൈ പീസ് 2 ആക്കിയിട്ട് ചിക്കനിൽ 2-3 വരയൊക്കെ ഇട്ടിട്ട് മൊത്തം 8 വലിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പകുതി ലെമന്റെയോ ലൈമിന്റെയോ ജ്യൂസ് ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീഡിയം ടു ഹൈ ഹീറ്റിൽ 10 മിനിറ്റ് ഓരോ സൈഡും കുക്ക് ചെയ്ത് കേട്ടോ. ഇത് ഈ ഒരു കളർ ഇടണം കേട്ടോ. പിന്നെ ഒരു പോട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചിക്കൻ വറുത്തുള്ള ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 തക്കാളി മീഡിയം കഷ്ണങ്ങളായിട്ട് ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലോണം വഴന്ന് വരുമ്പോൾ എന്റെ മുന്നത്തെ മട്ടാഞ്ചേരി ദം ബിരിയാണിയുടെ റെസിപ്പിയിൽ ചെയ്ത് 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ കുറുകി വരും കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വറുത്ത് വെച്ചാൽ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലോണം പെരട്ടി എടുത്തായിരുന്നു കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഡൈസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഹീറ്റിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നോക്കിയാൽ ഗ്രേവി നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് വന്ന ചാറ് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇടാനായിട്ട്. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി 4 കപ്പ് വെള്ളം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പ്, 3 ഏലക്ക, ഒരു ബേ ലീഫ്, ഈ ബേക്കേഴ്സിന്റെ പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതാണ് കേട്ടോ. ഇതിലേക്ക് ഇനി പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഇളക്കി 10 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ റൈസ് ഒക്കെ ഇതേപോലെ പൊങ്ങി വരും കേട്ടോ. ആ ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ വെക്കാം കേട്ടോ. ചോറ് നല്ല സെറ്റപ്പ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് പകുതി റൈസ് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ആ ചിക്കൻ മസാല അങ്ങോട്ട് ഇടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മാറ്റി വെച്ച റൈസ് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഭംഗിക്ക് കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ഗീ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1 മണിക്കൂറെങ്കിലും ബിരിയാണി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ അടിപൊളി പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി റെഡി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്തുകൊണ്ട് ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളി കേട്ടോ. ഇതിന്റെ കൂടെ മറ്റേ ഡേറ്റ്സ് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ പൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.